നമസ്തേ. പാലക്കാട് ജില്ലയിൽ മംഗലം ഡാം പോകുന്ന വഴിക്ക് ചിറ്റടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കണേ. പാടത്തിനോട് ചേർന്ന് വലിയൊരു കുളത്തിന്റെ കരയിൽ ഇവിടെ അതിപുരാതനമായ ഒരു വനദുർഗ ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞേട്ടാ? ചിറ്റടി ശ്രീ മണ്ണൂർ ഭഗവതി ക്ഷേത്രം. ഇത് അഭിലാഷനാണ് ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിയാണ്, ക്ഷേത്രം കോർഡിനേറ്റർ ആണ്. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വനദുർഗ ക്ഷേത്രമാണ് ഇത്. ശരിക്കും പറഞ്ഞാല് ഒരു കുടിയേറ്റ ഗ്രാമമാണ്. ശരിക്കും ജനവാസ മേഖല എന്ന് പറയാൻ പറ്റില്ല, ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം മാതിരിയാണ് നമുക്ക് വരുമ്പോൾ കാണുന്നത്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പണ്ട് ഒരു വനപ്രദേശമായിരുന്ന ഈ ഒരു സ്ഥലത്ത് ഇതുപോലൊരു ക്ഷേത്രം എങ്ങനെ വന്നു എന്നൊന്നും ഇപ്പോഴും ഇവിടുത്തെ ആൾക്കാർക്ക് അറിയില്ല. അങ്ങനെ അറിയില്ല. ഇവര് ഇങ്ങനൊരു ക്ഷേത്രം കണ്ടെത്തി ഏകദേശം ഒരു 20 വർഷത്തോളമായി ഇവർ പുനരുദ്ധാരണ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിട്ട്. ഇപ്പൊ ക്ഷേത്രം നല്ല രീതിയിൽ പണിതു. വലിയ ദേവിയുടെ വലിയ വിഗ്രഹമാണ്. അപ്പൊ പാലക്കാട് ജില്ലയിലെ മംഗലം ഡാം പോകുന്ന വഴിക്ക് ചിറ്റടിയിലുള്ള ഈ ഒരു വനദുർഗ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം. ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. പേരെന്ന് പറയാം സാറിന്? പേര് വിജയകുമാർ വേണുഗോപാലൻ. ക്ഷേത്രത്തിലെ മാനേജിംഗ് ട്രസ്റ്റി ആണല്ലേ. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? ചുരുങ്ങിയത് ഒരു 1500 വർഷം പഴക്കം ഏറെ ഉണ്ട് എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കോഴിക്കോട് പഴശ്ശിരാജ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഇത് കുടുംബക്ഷേത്രമാണോ? ആദ്യം കുടുംബക്ഷേത്രമായിരുന്നു. പിന്നെ ആ ക്ഷേത്രത്തിന്റെ കുടുംബക്ഷേത്രത്തിൽ 2 ആൾക്കാരെ ശ്രീ വേണുഗോപാലനും വി സുന്ദരേശ്വരനും കൂടി വെളുത്താക്കൽ വീട്ടില് 1996 ഫെബ്രുവരി 13 ചൊവ്വാഴ്ച ക്ഷേത്രം ജീർണോദ്ധാരണം തുടങ്ങി. പിന്നെ നല്ലവരായ നാട്ടുകാരും സഹായിച്ച് ഈ ലെവലിൽ വരെ എത്തിച്ചു. ഇപ്പോൾ അത് പബ്ലിക് ട്രസ്റ്റാക്കി. പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് വനദുർഗയാണല്ലേ. തൃക്കാർത്തിക മഹോത്സവമായി കൊണ്ടാടി നടന്നിട്ടുണ്ടായിരുന്നു. മാസം കാർത്തിക പൂജയുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ട് പുനഃപ്രതിഷ്ഠ നടത്തി. അത് പുണർന്നാളിലാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത്, കുംഭമാസത്തിൽ. നമസ്കാരം, എൻ്റെ പേര് അഭിലാഷ്. ഞാൻ ഈ അമ്പലത്തിലെ ട്രസ്റ്റ് മെമ്പറാണ്. ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമായിരുന്നു. പണ്ട് ഈ മേഖല മൊത്തം കാടായിരുന്നു. ഇങ്ങോട്ട് ആൾതാമസമൊക്കെ വളരെ കുറവുള്ളൊരു ഏരിയ ആയിരുന്നു. 2-3 പുഴയൊക്കെ കടന്നിട്ട് വേണം ഇവിടേക്ക് വരണമെങ്കിൽ. അപ്പോൾ ഭയങ്കര ട്രൈബൽസ് ഏരിയ പോലത്തെ ഒരു ഏരിയ ആയിരുന്നു. ആ കാലഘട്ടത്തിലായിരുന്നു ഇവിടെ ആ ക്ഷേത്രം ഉണ്ടെന്ന് പറയുന്നത്. നമുക്കറിയില്ല. ഇവിടേക്ക് ആൾക്കാർ കുടിയേറി പാർത്ത് താമസം തുടങ്ങുന്നത് ഏകദേശം കുറച്ച് കാലഘട്ടങ്ങളൊക്കെ ആയിട്ടുള്ളൂ. അറൗണ്ട് ഒരു 100 വർഷം അല്ലെങ്കിൽ 150 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അതിന് മുന്നേ ഈ ക്ഷേത്രം ഉണ്ട് എന്നാണ് ആർക്കിയോളജിക്കൽ സർവേ പറയുന്നത്. കാരണം നമ്മുടെ ക്ഷേത്രത്തിന്റെ മുന്നിൽ ഒരു ബലിക്കല്ലുണ്ട്. ബലിക്കല്ലിൽ വട്ടെഴുത്തുണ്ട്. ആ വട്ടെഴുത്തിന്റെ ശൈലി അനുസരിച്ചിട്ട് ഒരു 500-700 വർഷം പഴക്കമുള്ളൊരു ലിപിയാണ് എന്നാണ് നമുക്ക് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടർ കൃഷ്ണരാജ് ഇവിടെ വന്ന് അത് സാക്ഷ്യപ്പെടുത്തി പോയിട്ടുണ്ട്. അത് കാണാൻ പറ്റും. അത് ബലിക്കല്ലുണ്ട്. പക്ഷെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ആകെ ഇവിടെ മൊത്തം കാടായിരുന്നു. അപ്പോൾ കാടിന്റെ നടുക്കായിട്ടൊരു ക്ഷേത്രമാണ്. ഇത് എങ്ങനെ ഉണ്ടായിരുന്നോ ഇതിന്റെ ഐതിഹ്യമൊന്നും നമുക്ക് അറിയില്ല. കാരണം ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു വട്ടശ്രീ കോവിലാണ് നിലനിന്നിരുന്നത്. ആ വട്ടശ്രീ കോവിലിന്റെ ബേസ് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിന് മൊത്തം കാട് പിടിച്ചെടുക്കണം. അപ്പോൾ അതിന് അത്രത്തോളം മണ്ണ് നിന്നിട്ട് ദേവിയുടെ വിഗ്രഹം വരെ മണ്ണായിരുന്നു. ഏകദേശം ടിപ്പു സുൽത്താന്റെ പടയോട്ട സമയത്ത് നശിപ്പിക്കപ്പെട്ടതാണ് എന്നാണ് ആൾക്കാർ പറയുന്നത്, പഴമക്കാർ പറയുന്നത്. കാരണം ക്ഷേത്രത്തിൽ അമൂല്യമായ ഒരുപാട് വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പക്ഷെ അന്ന് ഇവിടെ ആൾതാമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെ ഇത് റെക്കോർഡ് ചെയ്ത് പോയിട്ടില്ല. ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ട് എന്ന് ഗൂഗിൾ മാപ്പ് ആർക്കും അറിയില്ല. ഇത് പിന്നീട് ഇവിടുത്തെ നമ്മുടെ ജന്മികളായ വണ്ടാഴി, തിരുപുരത്ത്, വെളുത്താക്കൽ ഫാമിലിയുടെ അണ്ടറിലായിരുന്നു ഈ സ്ഥലമൊക്കെ പെട്ടിരുന്നത്. അവർ പിന്നെ ഈ ക്ഷേത്രം ഇവിടെ വന്ന് ഇതിൻ്റെ വേണുഗോപാലേട്ടനും അതുപോലെ തന്നെ സുന്ദരേശേട്ടനും കൂടിയിട്ടൊക്കെ അവരുടെ നേതൃത്വത്തിൽ അവരുടെ ഫാമിലിയും നാട്ടുകാരുടെ സഹായവും എല്ലാവരും കൂടിയിട്ട് ഇവിടുത്തെ മണ്ണൊക്കെ നോക്കിയപ്പോൾ നമുക്ക് വട്ടശ്രീകോവിലിൻ്റെ ബേസും ദേവി വിഗ്രഹത്തിൻ്റെ പാതി പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇടുപ്പിൻ്റെ താഴെ പൊട്ടിയിട്ടാണ് നമുക്ക് കണ്ടു കിട്ടിയത്. പിന്നെ ആ പൊട്ടിയ വിഗ്രഹത്തിൽ നമ്മൾ ആ വട്ടശ്രീകോവിൽ പൊളിക്കാതെ അതിൻ്റെ മേലെ ഒരു മേൽക്കൂര കെട്ടിയിട്ട് ജസ്റ്റ് ഒരു ചിറ്റമ്പലം കെട്ടിയിട്ടായിരുന്നു നമ്മൾ പൂജ നടത്തിയിരുന്നത്. അപ്പോൾ അന്നത്തെ ശൂലപാണിർ ഭാര്യൻ്റെ ഒരു ദേവപ്രശ്നം അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വനദുർഗയാണെന്ന് അറിയുന്നത്. വനദുർഗയെ അറിഞ്ഞതിന് ശേഷം ദുർഗാ രീതിയിലുള്ള പൂജാവിധികളാണ് ഇവിടെ നടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഉപപ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാണിപ്പയ്യൂരിൻ്റെയും അതുപോലെ തന്നെ ശൂലപാണി വാര്യരുടെയും ദേവപ്രശ്നം പ്രകാരം പറയുന്നത് കേരളത്തിലെ തന്നെ വലിയൊരു ദുർഗാക്ഷേത്രങ്ങളിലെ ഒരു ദുർഗാക്ഷേത്രമാണ് ഇതാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ഉപദൈവങ്ങൾ ഏതൊക്കെയാണെന്നൊന്നും നമുക്ക് അറിഞ്ഞിട്ടില്ല. ഇനി ഇതിൻ്റെ ഒരു ദേവപ്രശ്നം കൂടി വെച്ചാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോഴും അറിയില്ല.
ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ക്ഷേത്രക്കുളത്തിലാണ്. 1.5 ഏക്കറോളം വരുന്ന വലിയ ക്ഷേത്രക്കുളമാണ്. ഇവിടേക്ക് വരുന്ന വഴിയെന്ന് വെച്ചാൽ വടക്കഞ്ചേരിയിൽ നിന്ന് മംഗലം ഡാം പോകുന്ന വഴിക്ക് മുടപ്പല്ലൂർ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം വരണമെന്ന് തോന്നുന്നു അല്ലേ? 5 കിലോ വരുമ്പോഴാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ക്ഷേത്രത്തിലേക്ക് ഒന്നും പോയല്ലോ. പിന്നെ ചേട്ടൻ എന്തോ ഇവിടുത്തെ ഒരു പ്രധാന അതായത് നടന്നു പോകുന്നു. ഇത് ചിറ്റടി ശ്രീ മണ്ണൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ഭൂമി പൂജയാണ്. കാരണം ദേവീ ക്ഷേത്രത്തിൽ ഭൂമി പൂജ നടത്തുന്ന ചുരുക്കം ചില ക്ഷേത്രത്തിലെ ഒരു ക്ഷേത്രമാണ് ചിറ്റടി ശ്രീ മണ്ണൂർ ഭഗവതി ക്ഷേത്രം. ഭൂമി സംബന്ധമായ ഭൂമി കച്ചവടമാക്കല്, ഭൂമിയിലെ ദോഷങ്ങള്, അങ്ങനെ എല്ലാ കാര്യങ്ങളും മാസത്തിലൊരിക്കൽ കാർത്തിക നക്ഷത്രത്തിൽ ഇവിടെ ഭൂമി പൂജ നടത്തപ്പെടുന്നുണ്ട്. നമ്മൾ വീട്ടിലെ മണ്ണ് കൊണ്ടുവന്നിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പൂജാവിധിയാണ് ഇവിടെ. ഒട്ടേറെ പേർക്ക് അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മണ്ണ് എടുക്കുന്നത് ഏതെങ്കിലും പ്രത്യേക ഭാഗത്തു നിന്നാണ്? വീടിന്റെ 4 മൂലയിൽ നിന്ന് മണ്ണ് എടുത്തിട്ട് വന്നിട്ട് മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് അതിൽ ആഴി ഒഴിഞ്ഞിട്ടൊക്കെയാണ് ഇവിടെ ഭൂമി പൂജ നടക്കുന്നത്. കൊണ്ടുവന്ന ആൾക്കാരുടെ താലത്തിൽ ദേവീക്ഷേത്രം ചുറ്റും വലം വെച്ച് അതിൽ ദീപാരാധന കത്തിച്ച് വെച്ച് പൂജ കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ച് ആ മണ്ണ് വീട്ടിലോട്ട് തന്നുവിടും. ആ മണ്ണ് ഭൂമിയിൽ എല്ലാവരുടെയും വെതറണം എന്നാണ് ഇങ്ങനെ എല്ലാവരും ഇടുക, നമ്മുടെ പറമ്പിൽ തിരിച്ചിടുക. അതിവിടെ എല്ലാ മാസവും കാർത്തിക നക്ഷത്രത്തിലാണ് ആ ഭൂമി പൂജ നടക്കുന്നത്. ഒരുപാട് ദൂര സ്ഥലയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു പോകുന്നുണ്ട് ഭൂമി പൂജയ്ക്ക് ദോഷം മാറാൻ, ഭൂമി ഇപ്പൊ കച്ചവടമാകാനോ അതുപോലെ തന്നെ ഭൂമിയിലെ ദോഷങ്ങൾ, വീടുകൾ കയറ്റാതിരിക്കുക, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുള്ള ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്. ഒത്തിരി പേർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ട് അവര് ഇവിടെ വന്ന് തൊഴുതി പോവാറുണ്ട്. അപ്പൊ ഈ ഭൂമിയുടെ ദോഷം മാറാനായിട്ട് ഭൂമി പൂജ ചെയ്യുന്ന ഏറ്റവും അത്യപൂർവമായ ഒരു ദുർഗാക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത്. ഞാൻ മുൻപ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാടുള്ള വരാഹി ദേവി ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു ഭൂമി പൂജനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഭൂമി പൂജ ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കാർത്തിക നക്ഷത്രത്തിൽ അല്ലേ? ക്ഷേത്രത്തിന്റെ പേരെന്നെ മണ്ണൂർ ഭഗവതിയാണ്. മണ്ണിലെ ദോഷങ്ങൾ തീർക്കാനായിട്ടുള്ള ഇതാണ് മറ്റേ ഇതിലുള്ള വട്ടയത്തില്. ഇത് വായിച്ചു ഇത് വായിച്ചെടുത്തു. പെട്ടെന്നൊക്കെ മാക്സിമം കിട്ടി, പക്ഷെ കുറെയൊക്കെ പോയി. ഇതിലാണ് മറ്റേ ഭാസ്കരൻ എന്ന പേര് എഴുതിയേക്കെന്ന് പറഞ്ഞല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇതിന് നല്ല വസ്തു കാണുമ്പോൾ തന്നെ അറിയാം. ഏതാ ആ തറയില്ലേ? കരിങ്കല്ലായിരുന്നു. ആ തറ മാത്രം നമുക്ക് ഉണ്ടായിരുന്നു. തറ പഴയത് തന്നെയാണ്. നമ്മളെ ക്ഷേത്രത്തിലേക്ക് കയറി കഴിയുമ്പോൾ വട്ടശ്രീകോലോടുകൂടിയ വലിയൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. ചേട്ടൻ പറയുന്നത് വെച്ചാല് തറ പഴയ തറ തന്നെ, ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? അത് ജസ്റ്റ് ഇപ്പൊ ഒരു പെയിന്റിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് തന്നെ ഉള്ളൂ. തറ പഴയ തറയാണ്. നമ്മളത് ഈ 1500 വർഷത്തോളം ആ തറയുമ്പോൾ തന്നെയാണ് പണിത്. ആ തറയിൽ നമ്മൾ ഇഷ്ടിക വെച്ച് കെട്ടിപ്പൊക്കിയതാണ്. ശ്രീകോവിൽ ഉണ്ടായിരുന്നില്ല, തറ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. തറയും പ്രതിഷ്ഠയും മണ്ണുമൂടി കിടക്കുന്നത് പൊട്ടിയ വിഗ്രഹമായിരുന്നു. മേലേക്ക് ഓപ്പൺ ആയിരുന്നു. മേലേക്ക് ഓപ്പണാ, വെയിലും മഴയും കൊള്ളും. എന്റെ 7ാമത്തെ വയസ്സിൽ. അല്ല, ഈ വനദുർഗ എന്ന് പറയുമ്പോ അങ്ങനെ ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെയിലും മഴയും എല്ലാം അതാണോ എന്നുള്ളത് ഇനി അറിയില്ല, നമുക്ക് അറിയില്ല, വ്യക്തതയില്ല. വെയിലും മഴയും കൊള്ളുന്ന ശരിക്കും വനദുർഗ ക്ഷേത്രങ്ങളില് ശ്രീകോവിൽ ഉണ്ടാവാത്ത അമ്പലങ്ങൾ അല്ല. ശ്രീകോവില് വനദുർഗ എന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലാം കൊള്ളണം, ധ്യാനത്തിലിരിക്കാന്ന് പറഞ്ഞു കേട്ടത്. അല്ല, നമ്മൾ ഇതിപ്പോ പ്രശ്നവിധി പ്രകാരമാണ് ചെയ്തത്. സീനിയർ മെമ്പർ പേര് കുട്ടി. എന്റെ അമ്മയാണ്. ഈ കിണറൊക്കെ നേരത്തെ ഉണ്ടായത് തന്നെയാണോ? കിണറ് നമ്മൾ കുത്തിയതാണ്. നിലം ഉണ്ടായിരുന്നു കിണറ്, അതായത് ഇതിന്റെ മുന്നിൽ നമ്മൾ ആ സ്ഥാനത്ത് ഒരു കിണർ പണിതാണ്. ഈ വട്ടശ്രീകോവിലെ ബേസ് പഴയ തന്നെയാണ്. അതിന്റെ മേലെ നമ്മളിപ്പോ ഒരു വർക്ക് ചെയ്തു. ഇതുവരെ പഴയതാണ്. പഴയതാണ്. ഇതിന്റെ മേലെയാണ് നമ്മളിപ്പോ വെച്ച് പണിതിട്ടിരിക്കുന്നത്. ഈ ഭാഗം കാണുന്നതാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ ഒറ്റ കല്ലിലാണ് ഇത് മൊത്തം നിൽക്കുന്നത്. നമ്മളിതൊന്നും തൊട്ടിട്ടില്ല. അതിന്റെ മേലെ ഇഷ്ടിക വെച്ച് കെട്ടി.
അതിപ്പോൾ നമ്മൾ അതൊരു പഴക്കം ചെന്നിട്ട് ഒരു കാണാൻ ഇവിടെ പെയിന്റ് അടിച്ചപ്പോൾ ഒരു വൃത്തികേട് തോന്നിയപ്പോൾ നമ്മൾ താഴോട്ടും അത് ചെയ്തു തന്നെ ഉള്ളൂ. മണൽ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് അത് ചെയ്തത്. എനിക്ക് തോന്നുന്നു പക്ഷെ ആ തറ കരിങ്കല്ലായിരുന്നു കുറച്ചുകൂടി ഭംഗി. ഭംഗി അതായിരുന്നു. നമ്മൾ ചെയ്തപ്പോൾ അത് പ്രതിഷ്ഠാദിനവുമായി ബന്ധപ്പെട്ട് നവീകരിച്ചപ്പോൾ അത് അങ്ങനെ ചെയ്തതാണ്. ഇതെല്ലാം പുതിയത് വെച്ചതാണ്. ഇതെല്ലാം പുതിയതാണ്. പഴയതൊക്കെ പുറത്ത് ആകെ പൊടിഞ്ഞു കിടക്കണ്ടല്ല. എൻ്റെ പേര് രാഹുൽ, സ്ഥലം തിരുവനന്തപുരമാണ്. ഞാൻ എൻ്റെ ചെറിയച്ഛൻ്റെ കൂടെ ഇവിടെ പാലക്കാടായിട്ട് ഇപ്പോൾ ഒരു 4 വർഷമാകും. അല്ല പാലക്കാടായി, പാലക്കാട് ജില്ലയിൽ. ഞാനിപ്പോൾ അമ്പലത്തിൽ വന്നിട്ട് 2 മാസം കഴിയണം, 2 മാസം കഴിയണേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ അമ്പലം പറയുമ്പോൾ തുടക്കമാണ്, ഒരു ആദ്യത്തെ സ്റ്റേജ് ആണ്. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓരോന്നായിട്ട് പരിഹരിച്ച് വരുന്നുണ്ട്. ഭക്തജനങ്ങൾ ഒരുപാട് വന്ന് തുടങ്ങി. അവർക്ക് ഓരോ കാര്യസാധ്യങ്ങൾ നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഇപ്പോൾ കല്യാണം നടക്കാത്ത 1-2 ആളുടെ കല്യാണമായിട്ടുണ്ട്. ഭൂമി സംബന്ധമായ ദോഷങ്ങളാണ് കുറച്ചുകൂടെ പ്രാധാന്യമായി നമ്മൾ ചെയ്യുന്നത്. ഭൂമി പൂജയുണ്ട്, എല്ലാ കാർത്തിക നാളിലും ഭൂമി പൂജയുണ്ട്. അഡ്വാൻസ് എങ്ങനെ വേണം നമുക്ക് ചെയ്യാം. നമുക്ക് കൊറിയറായിട്ടും ആൾക്കാർ മണ്ണ് അയച്ചു തരുന്നുണ്ട്. നമ്മൾ പൂജ കഴിഞ്ഞ് തിരിച്ചയച്ചു കൊടുക്കും. അല്ല നമുക്ക് ഇവിടെ വന്ന് ചെയ്യാം, അല്ലെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് മണ്ണ് തന്നിട്ട് പോകാം. എങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ തന്ത്രി കുടുംബത്തിൽ നിന്ന് ആൾ വന്നാണ് ഭൂമി പൂജ കഴിക്കുക. എല്ലാ കാർത്തിക നാളിന് രാവിലെ, മാസത്തിലൊരിക്കൽ, എല്ലാ മലയാള മാസവും കാർത്തിക നാളില് രാവിലെ 8 മണി മുതൽ ഭൂമി പൂജ ഉണ്ടായിരിക്കും. അന്ന് പ്രത്യേക കാർത്തിക പൂജ ഉണ്ടായിരിക്കും. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ മണ്ണ് സംബന്ധമായ ദോഷങ്ങൾ മാറി പറഞ്ഞിട്ട് നമുക്ക് ഭഗവതിക്ക് വഴിപാടുകളും വിളക്കും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പം കാര്യസാധ്യം ഭഗവതിക്ക്. ഞാൻ മുൻപ് ഇങ്ങനെ ഈ ഒരു ഭൂമി പൂജ കേട്ടേക്കുന്നത് നമ്മുടെ അന്തിക്കാട്, തൃശ്ശൂർ അന്തിക്കാട് ഒരു വരാഹി ദേവി അവിടെ ഉണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ ഈശാനകോണിൽ നിന്ന് മണ്ണെടുക്കാനാ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇല്ല, നമുക്ക് നമ്മുടെ ഭഗവതിയെ പറയുമ്പോഴത്തേക്കും ഭൂമി സംബന്ധമായ ദോഷങ്ങൾ തീർക്കാൻ വേണ്ടി മണ്ണെടുക്കുന്ന സമയത്ത് നമ്മള് വീടിന്റെ 4 മൂലയിൽ നിന്ന് ഓരോ പിടി മണ്ണ് വെച്ചെടുത്തിട്ട് നമ്മൾ അവിടെ കൊണ്ടുവരാം. അത് പൂജ കഴിച്ചിട്ട് കഴുകണം. പുണ്യാന്ന് വെള്ളം തളിച്ചാലും മതി. നമ്മളിവിടെ പുണ്യം കഴിക്കും എന്തായാലും. എന്നിട്ട് ആ 4 മൂലത്തെ മണ്ണ് പൂജ കഴിച്ചിട്ട് ആ പ്രസാദം എല്ലാം കൂടി, പൂവും മണ്ണും എല്ലാം കൂടി 4 മൂലയ്ക്കും അത് തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുപോയി 4 മൂലയ്ക്കും ഇടുക. നമ്മളെടുത്ത സ്ഥലത്ത് വിതറുക. 4 മൂലയ്ക്കും വീടിന്റെ ചുറ്റുപാടും ഇടാം. പിന്നെ പുണ്യം കൊണ്ടുപോയിട്ട് തളിക്കാം. ഓരോ കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും ഭഗവതിയുടെ പൂജ കഴിക്കുന്ന എല്ലാവർക്കും കാര്യസാധ്യമായി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ചേട്ടാ, ഈ നമസ്കാര മണ്ഡപമൊക്കെ നമസ്കാര മണ്ഡപം പണ്ട് ഉണ്ടായിരുന്നതാണ്. അതാകെ പൊളിഞ്ഞതുകൊണ്ട് നമ്മള് ക്ഷേത്രം നവീകരിച്ചു. പഴയ തറയാണ്, അതിന്റെ മേലെ നമ്മൾ പണിതതാണ്. അപ്പൊ നമസ്കാര മണ്ഡപത്തിന്റെ തറയും പഴയത്, അതിന്റെ മേളിൽ പണിതതാണ്. നമ്മളിത് കാണിപ്പയ്യൂരിന്റെ ഒരു തത്വശാസ്ത്ര പ്രകാരമാണ് ക്ഷേത്രം പണിയാൻ പോയത്. അപ്പൊ ഈ ഉള്ളമ്പലത്തിലെ വലിപ്പം ഒരുപാട് ഉണ്ടായിരുന്നു. നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് അത് വളരെ ചുരുക്കിയിട്ട് വീണ്ടും ആളെ സമീപിച്ചിട്ട് ചുരുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് കണക്കൊന്ന് മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്തത്. കണക്ക് പ്രകാരം കുറച്ചുകൂടി വലിപ്പം വരും. ഇത് ഓൾറെഡി വലിപ്പമുണ്ട്, കണക്ക് പ്രകാരം കുറച്ചുകൂടി വലിപ്പം വരും. ബലിക്കല്ല് പുതിയത് വെക്കണം. ബലിക്കല്ല് പൊട്ടിയതുകൊണ്ട് പുതിയ ബലിക്കല്ല് വെക്കണം. അത് നമ്മൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അത് ഒറ്റപ്പാലം വേലായുധൻ എന്ന് പറയുന്ന ഒരു ശില്പിയാണ് പണിതിട്ടുള്ളത്. ആള് ഈ മാസം എത്തും ബലിക്കല്ല്. നമുക്ക് ബലിക്കല്ല് വെക്കണതിന് ബലിക്കല്ല് ഒറ്റ ബലിക്കല്ല് വലുത് വരും. പിന്നെ അതിന്റെ കൂടെയുള്ള ഉപ ബലിക്കല്ലുകളുണ്ട്. 4 ദിക്കിനെ പ്രതിനിധീകരിക്കുന്ന കല്ലുകളും അതും പണിത് വെച്ചിട്ടുണ്ട്. അത് കൊണ്ടുവരും. പക്ഷെ അത് ബലിക്കല്ല് വെച്ച് കഴിഞ്ഞാൽ ചുറ്റമ്പലം വേണം. ചുറ്റമ്പലം പലരുടെ കയ്യിലായിട്ടാണ് സ്ഥലം കിടക്കുന്നത്. അത് വാങ്ങിയാൽ മാത്രമേ ബലിക്കല്ല് വെച്ച് പ്രദക്ഷിണ വഴി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. രാമായണ പാരായണം കർക്കിടക മാസം ആയതുകൊണ്ട് എല്ലാ ദിവസവും രാമായണ പാരായണം നടക്കുന്നുണ്ട്. പിന്നെ കഞ്ഞി വിതരണം ഉണ്ട് എല്ലാ ഞായറാഴ്ചകളിലും. കഞ്ഞി വിതരണം ഉണ്ട്. എല്ലാ ദിവസവും ചെയ്യണമെന്നുണ്ട്. ഒരു നാട്ടിൻപുറം ആയതുകൊണ്ട് എല്ലാവരും പണിക്കൊക്കെ പോണേരായതുകൊണ്ട് ഞായറാഴ്ചയാണ് എല്ലാവരും ഒത്തുകൂടുക. അപ്പൊ ഞായറാഴ്ചയാണ് നമ്മുടെ എല്ലാ ഞായറാഴ്ചയും ഒരു കഞ്ഞി വിതരണം പോലെ ചെയ്യുന്നത്. ഭയപ്പെട്ടതുപോലെ ആ ശ്രീരാമചന്ദ്രൻ വില്ലൊടിച്ചപ്പോൾ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞും നടുങ്ങി രാജാക്കന്മാർ പുരകങ്ങളെ പോലെ നടുങ്ങി രാജാ
ദേവന്മാർ പുരകങ്ങളെ പോലെ മൈഥിലി മയിൽ പേട പോലെ സന്തോഷം കൂട്ടാൻ കൗതുകമുണ്ടായി. ഇതെല്ലാം പഴയ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ് കേട്ടോ. ഇത് പീഠമായിരുന്നു അല്ലേ? പീഠമല്ല, ശിവലിംഗത്തിന്റെ ഇതായിരുന്നു. എൻ്റെ പേര് രാജീവ് എന്നാണ്. ഞാനാണ് ഈ അമ്പല കമ്മിറ്റി പ്രസിഡൻറ്റ്, ഇവിടുത്തെ അമ്പലത്തിൻ്റെ മണ്ണൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റ്. അഭിലാഷ് പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ഈ ചുറ്റമ്പലത്തിൻ്റെ ഇതായിട്ടുള്ള മറ്റേ ഭൂമി ഏറ്റെടുക്കലും അതുപോലെ തന്നെ ഈ കുളം, ക്ഷേത്രക്കുളം നവീകരണം അങ്ങനെയായിട്ട് ഇതാണ് കുളം. 1 ഏക്കർ 80 സെൻറ്റോളം കുളമുണ്ട്. അഭിലാഷ് പറഞ്ഞ പോലെ തന്നെയാണ് ഇതൊരു മറ്റേ കുറച്ച് ഹിന്ദുക്കളുള്ളൊരു ഏരിയയും കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഭൂമിയുടെ ഒരു പ്രശ്നം. അപ്പോൾ അത് ചുറ്റമ്പലം മേടിച്ചാൽ തന്നെയാണ് ബാക്കിയുള്ള 4 അമ്പലത്തിൻ്റെ ഉള്ള പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഫണ്ടിൻ്റെ ഷോർട്ടേജ് കാരണം അപ്പോൾ അത് ചെയ്യണമെങ്കിൽ തന്നെ 25 ലക്ഷം രൂപ ഇപ്പോൾ ചിലവ് വരുന്നുണ്ട്. അതിൻ്റെ പുറമെയാണ് വഴിയില്ല, വഴിക്ക് വേണ്ടി നല്ലൊരു എമൗണ്ട് വരുന്ന പാലം വളരെ ചെറുതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റില്ല. പരമാവധി വലിയ വണ്ടികൾ വരുന്നതെല്ലാം ഇവിടെ പുറത്ത് നിർത്തിയിട്ടൊക്കെയാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഒരു ഫണ്ടിൻ്റെ ഒരു വല്ലാത്തൊരു ഷോർട്ടേജ് ഉണ്ട്. ഞങ്ങൾ പരമാവധി ജനങ്ങളും അതുപോലെ തന്നെ ഒരു കൂട്ടായ്മയായിട്ട് ഇതിന് നടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു ഹിസ്റ്ററി, ഈ ക്ഷേത്രം ഈ കാട്ടിൻ്റെ നടുക്ക് എങ്ങനെ ഉണ്ടായിരുന്നോ ഒന്നും അറിയില്ല. നമുക്കൊരു രാജാവിൻ്റെ പേര് ആ ബലിക്കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ അത് പൂർണ്ണമല്ല, ഒരു ഭാസ്കരൻ എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള പേര് മാഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് അത് ഭാസ്കരൻ അതിപ്പോഴും കാണാൻ പറ്റും. അതിൻ്റെ ഒരു പകർപ്പ് ഇപ്പോഴും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കോഴിക്കോട് പശുരാജ മ്യൂസിയത്തിലുണ്ട്, വ്യക്തതയുണ്ട്. ആർക്കിയോളജി വന്നത് 2022 വന്നത്, 22 അല്ല 23 കാലഘട്ടത്തിലാണ് ഇവിടെ വന്നത്. 3 വർഷം മുന്നേ വന്നതാണ്. അത് നമ്മൾ ആളെ ഒന്ന് സമീപിച്ച് ഈ വട്ടെഴുത്താകെ മാഞ്ഞു പോകാനൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മൾ സമീപിച്ചപ്പോൾ ആൾ വന്നതാണ്. പക്ഷെ നമുക്ക് ഫുള്ളായിട്ട് അത് വായിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല, കാരണം പുറത്ത് കിടന്ന് അതെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഒന്നാമത് നമുക്കൊരു സാമ്പത്തികമായിട്ടുള്ള വലിയൊരു പ്രശ്നമാണ്. കാരണം ഇതൊരു വലിയൊരു ക്ഷേത്രമായതുകൊണ്ട് ഇതിൻ്റെ ചുറ്റുമുള്ള സ്ഥലം, ചുറ്റമ്പലത്തിന് നിൽക്കേണ്ട സ്ഥലങ്ങൾ മൊത്തം നമ്മൾ അത് കാലക്രമേണ പല ആൾക്കാരുടെയിൽ പെട്ടുപോയി, ഇപ്പോൾ കൈമാറിപ്പോയി. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് അമ്പലം പണി പൂർത്തീകരിക്കണമെങ്കിൽ ഈ സ്ഥലം വാങ്ങേണ്ട അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം ഒരു 50 സെൻറ്റ് സ്ഥലമോളം വാങ്ങണം. അതുമാത്രമല്ല നമുക്ക് ഇതിനൊരു വഴി ഇടണം ജനങ്ങൾക്ക്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അറൗണ്ട് ഒരു 2 കോടി രൂപയുടെങ്കിലും മിനിമം ഒരു ബഡ്ജറ്റ് ചെയ്താൽ മാത്രമേ ക്ഷേത്രത്തിൻ്റെതായ രീതിയിൽ പൂർണ്ണത എത്തുള്ളൂ. അപ്പോൾ നമ്മൾ ദേവി വിഗ്രഹം പൊട്ടിയത് കൊണ്ട് തന്നെ ഈ വർഷം ഫെബ്രുവരിയിൽ 26-ാം തീയതി നമ്മൾ പ്രതിഷ്ഠ നടത്തി. 26-27 പുതിയ വിഗ്രഹം പണിത് നമ്മൾ 3 ദിവസത്തെ പരിപാടിയായിരുന്നു. 7 ദിവസമാണ് സാധാരണ നടത്താറ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം നമ്മൾ 3 ദിവസം കൊണ്ട് അത് ചെയ്തു വന്നു. അത് നമ്മളിപ്പോൾ പ്രതിഷ്ഠിച്ച് ഇപ്പോൾ എല്ലാ ദിവസവും കാലത്ത് പൂജ നടക്കുന്നുണ്ട്. ഇപ്പം കർക്കിടക മാസം ആയതുകൊണ്ട് കാലത്തും വൈകിട്ടും ഇപ്പോൾ പൂജ ക്ഷേത്രത്തിൽ നടന്നു പോകുന്നുണ്ട്. എൻ്റെ പേര് കോമളം. ഈ അമ്പലത്തിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരയ്ക്കും ഈ പണി ചെയ്തത് ഞാൻ തന്നെയാണ്. ഈ അമ്മയെ കുടിയിരുത്തിയത് ഞാൻ തന്നെയാണ്. ഈ അമ്മയല്ല, വേറെ ഒരു അമ്മയെ കുടിയിരുത്തിയത് ഞാൻ തന്നെയാണ്. അമ്മയുടെ വീട് എവിടെയാണ് ശരിക്കും? എൻ്റെ വീട് കാടങ്കോട്, ഇവിടെ കാടങ്കോട് ഇളവമ്പാടം. അപ്പൊ ഈ ക്ഷേത്രം കണ്ടെത്തുന്ന സമയത്തൊക്കെ ഞാനുണ്ട്. ഒരു ആദ്യകാലം തുടങ്ങിയുള്ളതാണ്. ആദ്യകാലം തുടങ്ങി ഞങ്ങൾ ഇവിടെ ഉള്ളതാണ്. ഞാൻ ഈ അമ്മ ഞങ്ങൾ ആരും വരാത്ത സമയത്ത് ചപ്പ് മാന്തിയിട്ട് വിളക്കി വെച്ചത് ഞാൻ തന്നെയാണ്. അപ്പൊ ആ സമയത്ത് പൂജ ഒന്നും ഉണ്ടായിരുന്നില്ല? ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും മാസത്തിലൊരിക്കൽ അങ്ങനെ വന്ന് പൂജ കഴിഞ്ഞിട്ട് പോകും നമ്പൂരി വന്നിട്ട്. അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതിൽ അസ്ഥിവാരം കീറാനും ഈ പേര ആദ്യം തൊട്ട് അവസാനം വരയ്ക്കും ചെയ്യാനും കല്ല് കെട്ടാനും കോൺക്രീറ്റ് ചെയ്യാനും ഭക്ഷണം ഉണ്ടായിട്ടും കൂലിയില്ലാതെ കണ്ടിട്ടും പണിതത് ഞാൻ തന്നെയാണ്. എന്തായാലും ഇത്രയൊക്കെ ആയതുകൊണ്ട് ആദ്യം ഭക്ഷണം കഴിച്ചതും ഇപ്പോൾ അമ്പലത്തിൽ ഭക്ഷണം കഴിച്ചത് ഞാൻ തന്നെയാണ്. സന്തോഷമായി. പാലക്കാട് ജില്ലയിൽ മംഗലം ഡാം പോകുന്ന വഴിക്ക് ചിറ്റടിയിലുള്ള മണ്ണൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാട്ടോ ഈ വീഡിയോയിലൂടെ പങ്കുവെച്ച്. വളരെ അപൂർവമായി ചെയ്യുന്ന ഭൂമി പൂജ ചെയ്യുന്ന ഒരു ഭഗവതി ക്ഷേത്രം കൂടിയാണ് ഈ മണ്ണൂർ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിയുടെ ദോഷം മാറുവാനായിട്ട് ചെയ്യുന്ന പൂജയാണ് ഭൂമി പൂജ എന്ന് പറയുന്നത്. ധാരാളം ഭക്തജനങ്ങൾ മണ്ണ് അയച്ചു കൊടുത്തൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അതിനുള്ള സൗകര്യമുണ്ട് ഇവിടെ. ക്ഷേത്രത്തിൻ്റെ അഡ്രസ്സും ഇവരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഞാൻ വീഡിയോയുടെ താഴെ വെച്ചേക്കാം.
കൂടാതെ തന്നെ ക്ഷേത്രം പുനരുദ്ധാരണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയേക്കാണ് നാട്ടുകാർ. അപ്പം അതിനെ സഹായിക്കാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾക്ക് സഹായിക്കാം. അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ താഴെ വെച്ചേക്കാം. അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളതല്ലേ, എല്ലാം വീഡിയോയുടെ താഴെ വെച്ചേക്കാം. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവരും കാണണം. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹായിക്കാം. ഒരു നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ താഴെ വെച്ചേക്കാം. മോഹൻദാസ് സാറിനും നീരജ മാഡം, മോഹൻദാസ് സാറിനാണ് കേട്ടോ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് നമ്മളെ വിളിച്ചത്. എന്താ പറഞ്ഞു? എൻ്റെ പേര് മോഹൻദാസ് പണിക്കർ എന്നാണ്. ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ തിരുപുരാക്കൽ വെളുത്താക്കൽ എന്ന് പറയുന്ന ഒരു വണ്ടാഴി പഞ്ചായത്തിലെ പ്രശസ്തമായ ഒരു നായർ തറവാടിൻ്റെ അമ്പലമാണ് ശരിക്കും ഇത്. ഇവർ 250 വർഷം മുമ്പ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത തിരുമാന്താംകുന്ന് ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വന്നവരാണ്. ഒരു താവഴി വന്നവരാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ കർക്കിടകം തുടങ്ങി. കർക്കിടകത്തിൽ എല്ലാ ദിവസവും പൂജയുണ്ട്. എല്ലാ ഞായറാഴ്ചയും കഞ്ഞി വാർച്ച തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷം. അമ്മേ നാരായണ, ദേവി നാരായണ. ദീപൂജ ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നതാണ്. ഡെയിലി വിളക്ക് വെക്കുന്ന ആളാ പുളി കഴിഞ്ഞിട്ട്. ഡെയിലി വന്ന് പഴയ വിഗ്രഹത്തില് 10-25 കൊല്ലം ഇവിടെ നിന്ന് വിളക്ക് വെച്ച് അച്ചുപോയിട്ട് തൊട്ട് വൃത്തിയാക്കി പോയതാണ് ഞാൻ. ഇപ്പൊ കുറേ ആയിട്ട് വയ്യാണ്ട് വരുന്നില്ല. ഇപ്പൊ